ഹായ് ഓൾ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് വളരെ വളരെ സ്നേഹം സ്വാഗതം. സോ ഞാൻ ചെറിയ ചെറിയ ഷോർട്സ് ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ പേർക്കൊക്കെ എന്നെ അറിയാമായിരിക്കും. ബട്ട് എങ്കിലും ഞാൻ ഇന്ന് 31 ആണ്, നമ്മുടെ ഇയർ എൻഡാണ്. സോ ഇന്നോട്ട് ഞാൻ ചെറിയ കുറച്ച് വലിയ വീഡിയോസ് ഇട്ട് തുടങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ അപ്പോൾ നിങ്ങളും എൻ്റെ ഒപ്പം ഉണ്ടാവണം. ലോങ് വീഡിയോ ഓൺ വോയിസിൽ ഞാൻ ഫസ്റ്റാണ് വരുന്നത്. സോ എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. ഫസ്റ്റായിട്ട് കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഫോളോ ചെയ്യുക, കൂടാം. ഓക്കെ, നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും വരും. ഫ്രണ്ട്സ്, ഇന്നെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. സോ ഇന്നൊരു ചെറിയ ന്യൂ ഇയർ നൈറ്റാണ്. ഞാനും എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ഹസ്ബൻഡ് ഞങ്ങളെല്ലാവരും കൂടെ ഒരു ചെറിയൊരു സ്റ്റേക്കേഷൻ കാണിക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് ബാക്കി പുറകെ കാണാം. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ വീഡിയോയിൽ ഉണ്ടാവുക. സ്റ്റേ ട്യൂൺഡ്. നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലം എവിടെയാണെന്ന് എനിക്കറിയില്ല. നദിയോരം ആലുവ. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഓക്കെ, ഇവിടെ ഹായ് കൊടുക്കും. ഇവിടെ ഹായ് കൊടുക്കും. ശരി. അതെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കാനാണ് നമ്മുടെ പ്ലാൻ. സോ ചിക്കൻ മേടിക്കാനായിട്ട് നമ്മുടെ നിഷാദ് പോയിട്ടുണ്ട്. ഫ്രണ്ട്സ്, എൻ്റെ സൈക്കോ ബ്രദർ ഇവൻ ചിക്കൻ ബാർബിക്യൂ ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്നൊരു ടെൻഷനിലാണ്. സോ അതുകൊണ്ട് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ചാർക്കോളൊക്കെ വാങ്ങി സെറ്റാക്കി. എല്ലാവർക്കും ചിക്കൻ ഉണ്ടാക്കാൻ മടിയാണ്, പക്ഷെ നമ്മൾ ചാർക്കോൾ സെറ്റ് ചെയ്യും എന്താ അല്ലേ? ചെയ്യുമോ പറ. നിഷാദ് പോയിരിക്കുകയാണ്, ഇവിടെ കാര്യമാണ്. സോ ചിക്കൻ കൊണ്ടുവന്ന് ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ ചിക്കനൊക്കെ വാങ്ങി വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോഴും പകുതിയോടെ എത്തിയിട്ടില്ല. ഇപ്പോൾ തന്നെ സമയം 9 മണി ആവാറായി. നാളെ ഇനി ഇതും കഴിഞ്ഞിട്ട് എല്ലാവർക്കും വരേണ്ടതാണ്. എല്ലാവരും വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്താകുമെന്നൊന്നും അറിയില്ല, എപ്പോൾ ചെല്ലുമെന്ന് അറിയില്ല. എന്തായാലും നമുക്ക് വഴിയെ കാണാം. പക്ഷെ നല്ല ബ്ലോക്കാണ്, നല്ല പോസ്റ്റ് കിട്ടിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പം തന്നെ സമയം 9 മണിയായി. നമ്മളവിടെ എപ്പോൾ എത്തുമെന്ന് പോലും അറിയില്ല. മിക്കവാറും നമ്മൾ 12 മണിക്ക് ന്യൂ ഇയർ ആയിക്കഴിഞ്ഞിട്ടായിരിക്കും നമ്മളവിടെ ചെല്ലാൻ തോന്നുന്നു. അറിയില്ല. നമ്മൾ മാത്രമല്ല, വേറെ കുറച്ച് ആൾക്കാരോടെ ഉണ്ട്. സോ അവർ വേറെ വഴിയിൽ നമ്മളവർക്ക് വേറെ പണിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടുത്തെ ന്യൂ ഇയർ സ്റ്റാറ്റസ് ഒക്കെ ഇടാനായിട്ട് ഓരോരുത്തർ ടൈപ്പിംഗ് ഒക്കെ തുടങ്ങി കഴിഞ്ഞു. അങ്ങനെ നമ്മളത് വൈൻ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹസ്സ കിച്ചണിൽ വന്നേക്കാണ്. സോ വൈൻ ഉണ്ടോയെന്ന് നോക്കാനായിട്ട് ഒരാൾ പോയിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം വൈൻ കിട്ടുമോയെന്ന്. ഞങ്ങൾ ഇരുന്നിരുന്ന് പോസ്റ്റായി. ഇതുവരെ ഞങ്ങൾ ആലുവ എത്തിയിട്ടില്ല. ഞങ്ങൾ എത്ര മണിക്ക് ഇറങ്ങിയതാ? നമ്മൾ എത്ര മണിക്ക് ഇറങ്ങിയത്? 8 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാ. ഇപ്പോൾ 9:15. ഞങ്ങൾ ഇനി എത്ര സമയം എടുക്കുന്ന അറിയില്ല. കുറച്ച് സമയത്തുള്ള എത്തുമായിരിക്കും. നല്ല ബ്ലോക്ക് ഉണ്ട്. പിന്നെ വരുന്ന വഴി ഞങ്ങൾ എല്ലാ സാധനങ്ങളും ഞങ്ങൾക്ക് വേണ്ട സാധനത്ത് വാങ്ങിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുക. സോ നമുക്ക് നോക്കാം. മടുത്തോ? മടുത്തു. ചെന്നിനി എല്ലാം ഉണ്ടാക്കി നമ്മൾ എപ്പോൾ കിടക്കാൻ പോവല്ലോ. എപ്പോൾ നമ്മൾ പുളി ചാടും. നമുക്ക് പുളി ഉണ്ടാക്കട്ടെ. ഇവന്മാരെല്ലാം ഉണ്ടാക്കട്ടെ, നമുക്ക് പോയി പുളിച്ചാടാം. ഓക്കെ, നിങ്ങളുടെയാണ് ഫുഡ് ഉണ്ടാക്കി. ഇന്ന് ഞങ്ങൾക്ക് റെസ്റ്റാണ്. ഇന്ന് ഞങ്ങൾ ഒന്നും ഉണ്ടാക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ നമ്മൾ നിഷാദ് എത്തിയിരിക്കുകയാണ്. വൈൻ കിട്ടിയില്ല. നമുക്ക് കിട്ടിയത് ഇതെന്തായിരുന്നു? ആക്ച്വലി ഫ്രണ്ട്സ്, ഞാൻ ആദ്യമായിട്ടാണ് ഈ പേരൊക്കെ കേൾക്കണത്. ഞാൻ അങ്ങനെ അത്ര വലിയ കുടികാരിയൊന്നും അല്ല. ജസ്റ്റ് ഫാമിലി ആയിട്ടിരുന്ന് ഒരു ബിയറൊക്കെ കുടിച്ചാലേ ഉള്ളൂ. സോ ഇതെന്തോ ഒരു സാധനമാണ്, കുംബൂച്ച. പുതിയൊരു ഐറ്റാണ്. സോ ഇതൊക്കെ വാങ്ങി. ലിച്ചി ഉണ്ട്, കുംബൂച്ച ഉണ്ട്, ഇത് പാഷൻ ഫ്രൂട്ട് ഉണ്ട്. യെസ്, കുടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതിന്റെ റിവ്യൂ പറയുന്നതായിരിക്കും. ഓക്കെ, വീണ്ടും ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തിയിരിക്കുകയാണ്. നദിയോരം. നമ്മളതിനുള്ളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ബാക്കി ആൾക്കാരൊക്കെ ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും
അകത്തോട്ട് അവരെ കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഫ്രണ്ട്സ്. അതേ നമ്മുടെ ഫ്രണ്ട് ഒരാകും തൂക്കി അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് നോക്കാം എന്ത് പറ്റിയെന്ന് അവനോട് നമുക്ക് ചോദിക്കാം. ഇതാണ് ഒരാൾ, ഭാഗ്യനാഥ്. ഭാഗ്യനാഥ് ഒരു ഹായ് തരും. ഹായ്. നമുക്കിവിടെ നമുക്കുള്ള പടക്കം ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഫുള്ള് ഇന്ന് പൊട്ടിക്കാനുള്ള പടക്കങ്ങളാണ്. ഇവനാണത് വാങ്ങിയിട്ട് വന്ന ആൾ. പൊട്ടോ ഇല്ലയോന്ന് അറിയാം, ഇല്ലെങ്കിൽ നമുക്ക് ഇവനെ ശരിയാക്കാം. ഇത് പൊട്ടിയില്ലെങ്കിൽ നമുക്ക് അപ്പോൾ ബാക്കിയല്ലേ, ബാക്കി അപ്പം നമുക്ക് പറയാം. അപ്പം എങ്ങനെയാ, ന്യൂ ഇയർ അടിച്ച് പൊളിക്കാൻ പോവാണോ? അടിച്ച് പൊളിക്കാൻ പോവാ. ഓൾറെഡി പൂളിൽ ആളായി. വരമ്പലേ പൂളിൽ ചാടണമെന്ന് പറഞ്ഞ് വന്നതാണ് ഞങ്ങൾ. പക്ഷേ ഇവിടെ പൂളിൽ ഫുൾ ആൾക്കാരാണ്. ഞങ്ങളുടെ പ്ലാനൊക്കെ ഫ്ലോപ്പായി എന്ന് തോന്നുന്നു. എന്തായാലും നോക്കാം. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ ഏരിയാസാണ്. ഇവിടെയാണ് നമ്മുടെ പൂൾ. പക്ഷേ ഇവിടെ കുറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഇത് ബാക്ക് സൈഡാട്ടോ നമ്മുടെ. ഇതിൻ്റെ മുകളിൽ നല്ല സ്പേസ് ഉണ്ടല്ലോ. മുകളിൽ കൊള്ളാം അല്ലേ? പക്ഷെ പകൽ വന്നാലായിരുന്നു. നമ്മൾ കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മിസ്സായി. പാരൻസിൽ 2 പേര് വന്നുകൊണ്ടിരിക്കുകയാണ്. അവന്മാർ വരുന്ന വഴി ഷവർമയൊക്കെ കഴിക്കാൻ കയറി ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബെഞ്ചോ 2 വാക്ക്. എന്താണ് ന്യൂ ഇയർ പ്ലീസ് ന്യൂ ഇയർ ആയിട്ട് എന്താണ് പുതുവർഷത്തോട്ട് കയറുമ്പോ എന്താണ് വെട്ടയില്ല കേട്ടാ, എന്താണ് ന്യൂ ഇയർ ആയിട്ട് എന്താ നിങ്ങൾ പുതിയ വർഷത്തെ? ഓക്കെ, 2 പേര് പാന്റിന്റെ സൈസ് കുറയ്ക്കും അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഞങ്ങളെന്നാണോ സെൽഫായിട്ടൊരു നിങ്ങൾ 2 പേരുള്ള മോട്ടിവേഷനുള്ളൂ? ഓക്കെ, ധാരാളം. ഇതൊക്കെ ഞാൻ വരുന്ന ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഇതൊക്കെ ഇവര് ചെയ്യുന്നുണ്ടോന്ന് കൂടെ പറയാം ഫ്രണ്ട്സ്. ഓക്കെ, ഇതുപോലെ കുറെ വീഡിയോസ് വാഗ്ദാനങ്ങളൊക്കെ ഞാൻ അമ്മേ വേണ്ട ചേട്ടാ. നമുക്ക് ഉള്ളിൽ പോയി നോക്കാം, ഉള്ളിൽ എങ്ങനെയാണ്, ഉള്ളിലെ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളിങ്ങനെ ന്യൂ ഇയർ പ്രോഗ്രാംസ് ഒന്നും പ്ലാൻ ചെയ്തിരുന്നതല്ല. ജസ്റ്റ് ഞാനിന്ന് ഡ്യൂട്ടി ഇറങ്ങി വീട്ടിൽ പോകാം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. നമുക്ക് ചെറിയ ഇവൻറ്റിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഹസ്ബൻഡൊക്കെ ഇന്ന് ഇവൻറ്റിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. സോ അപ്പോൾ വീട്ടിൽ പോയി എല്ലാവരുമായിട്ട് വീട്ടിൽ കൂടാം എന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് വേഗം ഇന്നലെ വൈകിട്ട് ഇങ്ങനെ ഒരു പ്ലാനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളവരൊക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയല്ലോ, അതൊക്കെ എൻ്റെ ബ്രദറിൻ്റെ കൊളീഗ്സാണ്. ഞങ്ങളുടെ അഡ്മോഫിക് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഇൻറ്റീരിയർ കമ്പനി ഉണ്ട്. സോ അവിടെ വർക്ക് ചെയ്യുന്നവരാണ് അവരൊക്കെ. പിന്നെ നീനു എൻ്റെ റൂംമേറ്റ് കൂടാണ്. ഞങ്ങൾ അല്ലാതെ എല്ലാവരും ഞങ്ങൾ ഫ്രണ്ട്സാണ്. അവിടെ വർക്ക് ചെയ്യുന്നവരെങ്കിൽ ഞങ്ങൾ അങ്ങനെയല്ല, എല്ലാവരും ഒരു ഫാമിലി പോലെയാണ്. സോ അപ്പോൾ എല്ലാവരും കൂടെ ഇന്ന് പോകാമെന്ന് വേഗം പ്ലാൻ ചെയ്ത് വൈകുന്നേരം തപ്പിയിട്ട് ഞങ്ങൾക്കാണെങ്കിൽ റൂംസ് ഒന്നും അവൈലബിൾ ഇല്ല. റിസോർട്ട് എല്ലാം ഫുള്ളായിരുന്നു. ഇവിടെ ആണെങ്കിൽ പോലും ആരോ ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ചെയ്തത് ഞങ്ങൾക്ക് കിട്ടിയാണ്. എന്തോ ലക്കിന്, അല്ലെങ്കിൽ ഞങ്ങളിന്ന് പരിപാടിയിലായേനെ. സോ അങ്ങനെ ഞങ്ങളിവിടെ എത്തിച്ചേർന്നതാണ്. അതാണ് ഇത്രയും ലേറ്റും. നമ്മൾ നേരത്തെ ഒന്നും പ്രീ പ്ലാൻഡ് അല്ലായിരുന്നു. എങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഒരു പെട്ടെന്ന് പ്ലാൻ ചെയ്ത് നമ്മൾ വരുമ്പോൾ അതിനൊരു വേറൊരു ഭംഗിയല്ലേ, വേറൊരു രസമാണ്. സോ അതുകൊണ്ട് എല്ലാവരും ഹാപ്പിയാണ്. അവിടെ എല്ലാവരും ഓരോ പണി തുടങ്ങിയിട്ടുണ്ട്. ഞാനപ്പോൾ ഇത്തിരി കട്ടൻ ചായ കുടിക്കാൻ റൂമിലോട്ട് വന്നാൽ ഇത് കാണുമ്പോൾ അവരെന്നെ കളിയാക്കും. എങ്കിലും എനിക്ക് തൊണ്ട വയ്യ ഫ്രണ്ട്സ്, അതുകൊണ്ടാണ്. തണുപ്പ് ചെന്നാൽ തൊണ്ടവേന എടുക്കുന്നവർക്ക് പറഞ്ഞാൽ മനസ്സിലാവല്ലോ. എങ്കിലും ഞാൻ ഈ പാല് കുടിക്കില്ലെന്നൊക്കെ പറയുകയാണെങ്കിൽ ഐസ്ക്രീമൊക്കെ ഭയങ്കരമായിട്ട് കഴിക്കൂട്ടാ. എൻ്റെ എല്ലാവരും ചെയ്തോണവരെ മധുരം, ഐസ്ക്രീം ഇതൊക്കെ ഞാൻ കഴിക്കും. ചായയിൽ മാത്രമാണ് എനിക്ക് പാല് ഇഷ്ടമില്ലാതുള്ളൂ. ബാക്കി ഷേക്ക് അങ്ങനത്തെ സാധനമൊക്കെ ഞാൻ കുടിക്കും. അതിലൊന്നും ഞാൻ ഒട്ടും പുറകോട്ടല്ല. ബൂസ്റ്റ്, ഹോർലിക്സ് അതൊക്കെ ഇപ്പോൾ കുറച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ തൊണ്ടയ്ക്കൊക്കെ എപ്പം പ്രശ്നമുള്ളതുകൊണ്ടേ അങ്ങനെ. അപ്പോൾ ഇതേ എൻ്റെ ബ്ലാക്ക് ടീ കാണിച്ചു കൊടുക്കും. എൻ്റെ ബ്ലാക്ക് ടീ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയില്ല, നല്ല മണമുണ്ട്. അപ്പോൾ ഞാൻ കട്ടൻ ചായ കുടിക്കട്ടെ, ബാക്കി നമുക്ക് അവിടെ വിശേഷങ്ങൾ കാണാം. ബൈ. അങ്ങനെ നമ്മുടെ ബാർബിക്യൂനുള്ള മസാലയൊക്കെ സെറ്റായി ഇവിടെ വന്നിട്ടുണ്ട് ഫ്രണ്ട്സ്. അവർ അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്യണം. നെക്സ്റ്റ് നമ്മുടെ പരിപാടി ഗ്രില്ല് ചെയ്യുക എന്നുള്ളതാണ്.
ചേട്ടൻ ഗ്രില്ലുള്ള സാധനമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഈ ഗ്രില്ല് ചെയ്യുന്നതൊന്ന് കാണാൻ പോവാം. ഗ്രില്ലാകുന്നത് വരെ ഒഴിവ് സമയങ്ങൾ ആനന്ദകരമാക്കാൻ നമ്മുടെ നീനു, ബെഞ്ചോ, എന്റെ പേര് ഇപ്പോഴും പഠിച്ചിട്ടില്ല. മഹാദേവനെ വരുള്ളടാ. ആ 58 എടാ കത്തിക്കടാ അമ്മേ കൈപൊള്ളി. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ അമ്മേ അത് കൊള്ളാല്ല, നമ്മുടെ ഈ വർഷത്തെ ന്യൂ ഇയർ നമ്മൾ അടിച്ച് പൊളിക്കാണ്. ബട്ട് നമുക്ക് ഇതുവരെ നമ്മുടെ ബാർബിക്യൂ ശരിയായിട്ടില്ല ഫ്രണ്ട്സ്. എന്നാലും നമ്മുടെ പട്ടിണിയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ന്യൂ ഇയർ. എന്നാലും ഞങ്ങൾ ഇവിടെ അടിച്ച് പൊളിക്കുകയാണ്. ഒന്നും കിട്ടിയിട്ടില്ല തിന്നാൻ. ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല. ഹാപ്പി ന്യൂ ഇയർ. ഞാൻ ബാവൻ കത്തിച്ച് ഒരു കമ്പനിയുടെ ഫ്രണ്ട്സ്. അങ്ങനെ ഫൈനലി ന്യൂ ഇയർ ആയപ്പോഴും ഞങ്ങളുടെ ചാർക്കോൾ റെഡി ആയിരിക്കുകയാണ്. ഇനിയിപ്പോ ഞങ്ങൾ യഥാസമയം 12 മണിക്ക് നമ്മൾ ചാർക്കോൾ കത്തിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ 10 മണിക്ക് തുടങ്ങിയ പരിശ്രമമാണ് ഫ്രണ്ട്സ്. നമ്മുടെ സവാദ് ബ്രോയ്ക്ക് വലിയൊരു താങ്ക്സ് പറയണ ഈ കത്തിച്ചതില്. കരിയില വാരിയിട്ട് കത്തിച്ചെടുത്തതാണിത്. എന്നായി കഴിക്കുന്നതെന്ന് അറിയില്ല, വിശക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ചിക്കനെ വേവിക്കാനായിട്ട് വെക്കുകയാണ്. നമ്മൾ ആഗ്രഹിച്ച് കൊതിച്ചുണ്ടാക്കിയ നമ്മുടെ ബാർബിക്യൂ ഇവിടെ സെറ്റായിട്ടുണ്ട്. കുറേ സമയത്തെ പുകച്ചിലിൻ്റെയൊക്കെ ബലമാണ്. പിന്നെ നമുക്കിത് ഇവിടെ നമ്മുടെ ന്യൂ ഇയർ കേക്ക് പകുതി ന്യൂ ഇയറിന് മുന്നേ ഇവിടുത്തെ ചേട്ടന്മാർ തിന്ന്. എന്നാലും കുറച്ചുണ്ട്, അത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി മധുരം കഴിച്ചുകൊണ്ട് തുടങ്ങിയിട്ടുണ്ട്. മധുരം നിർത്തിയതാണ് കേട്ടോ, നാളത്തോട് നിർത്തും. അതെ, ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ട്, പൊറോട്ട ഉണ്ട്, ഫ്രൈഡ് റൈസ് ഉണ്ട്. ആണ് നമ്മൾ ഇന്നലെ അടിച്ച് പൊളിച്ച് അർമാദിച്ച സ്ഥലം. നല്ലതായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, എനിക്കിഷ്ടമായി. ഇന്നലെ ഒരുപാട് ലേറ്റായിപ്പോയി. സോ വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ എടുക്കണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷേ ഉറങ്ങിപ്പോയതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ രാവിലെ 8 മണിയായി. 8 മണി കഴിഞ്ഞു, 8:30 ആവാറായി. ഡ്യൂട്ടി ഉണ്ട്. സോ ഇത് ചാടി എണീറ്റ് പെട്ടെന്ന് ബ്രഷൊക്കെ ചെയ്തു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നേരെ ഇനി റൂമിൽ പോകണം. റൂമിൽ പോയിട്ട് എല്ലാം റെഡിയായി ഡ്യൂട്ടിക്ക് പോകണം. സോ അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ ഈ ന്യൂ ഇയർ നൈറ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും എല്ലാവരും വെയിറ്റ് ചെയ്യണം. നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഒരിക്കൽ കൂടി. അപ്പോൾ താങ്ക് യു. അപ്പോൾ സീ യു ആൻഡ് ബൈ.